ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ മാത്രയിൽ തന്നെ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന പ്രതീതിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കിയത്. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി വൻ നീക്കങ്ങൾ നടത്തി. എന്നാൽ ഒരു ചുക്കും സംഭവിച്ചില്ല. ഇപ്പോൾ ചോദിക്കുമ്പോൾ സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അന്വേഷണം തുടരുകയാണ് എന്നാണ് പ്രത്യേക സംഘത്തിന്റെ മറുപടി. സിദ്ദിഖ് ഒളിവിലാണത്രേ. കൊച്ചിയിലും ഇടുക്കിയിലും തിരുവനന്തപുരത്തുമായി പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നും പറയുന്നു. എന്നാൽ ബലാത്സംഗ കേസ് പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ 4 വനിതാ IPS ഉദ്യോഗസ്ഥർ അടക്കമുള്ള പ്രത്യേക സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇത് പ്രത്യേക അന്വേഷണ സംഘമാണോ അതോ പ്രതികളുടെ പ്രത്യേക സംരക്ഷണ സംഘമാണോ എന്നുള്ള സംശയം ഉയരുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ തന്നെ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതോടെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് തീരുമാനമുണ്ടാകും വരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് സാവകാശം എന്ന സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണോ എന്ന സംശയം ബലപ്പെടുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ 2 സംഘം പോലീസ് ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ തുടരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഇന്നലെ മുതൽ പോലീസ് സിദ്ദിഖ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കേന്ദ്രത്തിലും പരിശോധനകൾ നടത്തിയിട്ടില്ല. ഇന്നലെ രാത്രി സിദ്ദിഖ് കീഴടങ്ങിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. രാത്രി വൈകി കൊല്ലം MLA മുകേഷ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിസരത്തെത്തിയത് ആ കിംവദന്തിക്ക് ആക്കം കൂട്ടി. രാത്രി പോലീസും ജാഗ്രതയിലായിരുന്നു. എങ്കിലും ഒന്നും സംഭവിച്ചില്ല. സിദ്ദിഖ് കഴിഞ്ഞ ദിവസം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയി എന്ന അനുമാനമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ മുൻകൂർ ജാമ്യ ഹർജി ഇന്നലെ പരിഗണിക്കുമെന്നറിഞ്ഞിട്ടും കൊച്ചിയിലുണ്ടായിരുന്ന സിദ്ദിഖിനെ നിരീക്ഷണത്തിലാക്കുന്നതിലും പോലീസ് പരാജയപ്പെട്ടു. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ സമീപകാല വിവാദങ്ങൾക്ക് തടയിടാൻ സിദ്ദിഖ് കേസ് സഹായിക്കുമെന്നുള്ള ധാരണയിൽ നടപടികൾ നീട്ടുന്നതാണോ എന്നുള്ള സംശയവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തൊക്കെയായാലും ബലാത്സംഗ കേസിലെ പ്രതിയെ പുറത്തു നിർത്തി എന്ത് നീതിയാണ് സർക്കാർ പരാതിക്കാരിക്ക് ഉറപ്പു നൽകുന്നതെന്ന ചോദ്യം ബാക്കിയാകുന്നു. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.